നമസ്കാരം. കേന്ദ്ര സർക്കാർ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിലേക്കുള്ള അപേക്ഷകൾ കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ആദ്യമേ തന്നെ പറയുന്നു. 2024 ഒക്ടോബർ 14 അവസാന തീയതി. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ തൊഴിലവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പറയാം. സെൻട്രൽ ആംഡ് ഫോഴ്സിലേക്കും സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്കും അതുപോലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ശിപായി തസ്തികയിലേക്കുമാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 18 മുതൽ 23 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഈ 18 മുതൽ 23 വരെ എന്ന് പറയുമ്പോൾ 2/1/2002 മുതൽ 1/1/2007 വരെ ഇതിനിടയിൽ ജനിച്ചവർക്കാണ് ഈ അപേക്ഷകൾ അയക്കാൻ സാധിക്കുന്നത്. അതുപോലെ SC/ST വിഭാഗത്തിന് 5 വർഷത്തെ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. OBC വിഭാഗത്തിന് 3 വർഷവും അതുപോലെ എക്സ് സർവീസ്മെന്റിന് 3 വർഷവും വയസ്സിളവ് ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രത്യേകത 10% സീറ്റ് എക്സ് സർവീസ്മെന്റിനായി മാറ്റിവെച്ചിരിക്കുന്നു. ഇതിന്റെ ശമ്പള സ്കെയിൽ 18,000 മുതൽ 59,000 വരെയാണ് ലെവൽ 1-ന് ശമ്പള സ്കെയിൽ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ തസ്തികകൾക്കും 21,000 മുതൽ 69,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒഴിവുകൾ 39,481 ഒഴിവുകളാണ്. ഇത് വലിയ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു സുവർണ അവസരമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് അപേക്ഷിക്കുക. ഇത് അപേക്ഷിക്കുന്നതിനുള്ള ലിങ്ക് ഇതിനോടൊപ്പം തന്നെ താഴെ നൽകുന്നതാണ്. നിങ്ങൾ ഈ അപേക്ഷകൾ സമർപ്പിക്കുക. പരീക്ഷ വരുന്നത് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 4-5 മാസത്തെ സമയം ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ക്ലാസുകൾ നടത്തുന്ന നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ക്ലാസ്സിനായി സമീപിക്കുക. ആ 4-5 മാസത്തെ കഠിന പ്രയത്നത്തിലൂടെ നമുക്ക് നമ്മുടെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു സുവർണ അവസരമാണ്. ഇതിന്റെ അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അതിൽ സ്ത്രീകൾക്കും സംവരണ വിഭാഗത്തിന് ഫീസ് ഇളവുണ്ടായിരിക്കുന്നതാണ്. അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അതുപോലെ തന്നെ 13 റീജിയണൽ ലാംഗ്വേജുകളിൽ പരീക്ഷ നടത്തുന്നുണ്ട്. നമുക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാവുന്നതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിന് ശേഷം വരുന്നത് 2 ഫിസിക്കൽ ടെസ്റ്റുകളാണ്. അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്ന 2 ടെസ്റ്റുകളാണ് വരുന്നത്. അതിൽ നമ്മളെ ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ നോക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ എഫിഷ്യൻസി അളക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നീട് സർട്ടിഫിക്കറ്റ് പരീക്ഷ. ഈ കടമ്പകൾ കടന്നെത്തിയാൽ നമുക്ക് തീർച്ചയായും ഈ ജോലി സാധ്യത നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു സുവർണ അവസരമാണ്. തീർച്ചയായും നിങ്ങൾ ഇത് അപേക്ഷിക്കുക. ഈ പരീക്ഷയ്ക്ക് വരുന്ന ഒരു 4-5 മാസത്തെ നിങ്ങളുടെ തയ്യാറെടുപ്പ് വളരെ അത്യാവശ്യമുള്ള പരീക്ഷകളാണ്. ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുക. ഇനിയും തുടർന്നുള്ള വാർത്തകളുമായി എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.